പ്രാർത്ഥിക്കാൻ മടി തോന്നാറുണ്ടോ? എങ്ങനെ നമുക്ക് ഈ മടി മാറ്റാം? ഒന്ന് പ്രാർത്ഥിക്കാനിരിക്കുമ്പം എനിക്ക് നല്ല ലാംഗ്വേജ് ഇല്ല, എനിക്ക് നല്ലൊരു പ്രാർത്ഥനാ ശൈലിയില്ല, ഇങ്ങനെയൊക്കെ നമുക്ക് വരും. അപ്പം നമുക്കൊരു മടുപ്പ് തോന്നും, ഇന്ന് വേണ്ട, നാളെ ആട്ടെ. ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇതൊരു സൈക്കിളായി മാറുകയാണ്. നമുക്ക് പിന്നെ ഒരിക്കലും ഒരു പ്രെയർ ലൈഫിലേക്ക് കയറാൻ കഴിയാതായി പോകും. സോ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പരിശുദ്ധാത്മാവ് വിളിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മടി വരുന്നത്? നമ്മളെല്ലാം കരുതുന്നത് പ്രാർത്ഥന ഒരു പെർഫോമൻസ് ആണെന്നാണ്. നല്ല ഭാഷ വേണം, നീണ്ട സമയം വേണം, സുന്ദരമായിട്ട് അതിൻ്റെ വാക്കുകൾ ക്രമീകരിക്കണം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതൊന്നും ഇല്ലാത്ത നമ്മളോട് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും? റെസിസ്റ്റ് ചെയ്യും. നമുക്ക് തന്നെ ഒരു മടി വരും. ഞാനൊന്നും പ്രാർത്ഥിച്ചാൽ ശരിയാകത്തില്ല. ഒത്തിരി പേര് പറയുന്നൊരു ഡയലോഗാണിത്. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചു. കാരണം നമ്മുടെ എല്ലാം മൈൻഡിൽ ഇങ്ങനൊരു സാധനം കിടക്കുകയാണ്. പക്ഷെ ഞാൻ നിങ്ങളോടൊരു യാഥാർത്ഥ്യം പറയട്ടെ. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു പ്രസംഗ മത്സരമല്ല, അതൊരു റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് പെർഫെക്റ്റ് പ്രയർ വേണ്ട, ആത്മാർത്ഥമായൊരു പ്രാർത്ഥന മതി. മറക്കല്ലേ, ഗംഭീരമായി പ്രാർത്ഥിക്കേണ്ട, ഇച്ചിരി നേരം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ മതി. ഒത്തിരി പേര് എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, പാസ്റ്ററെ എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഫീല് കിട്ടുന്നില്ല. ഒരു ഫീല് കിട്ടിയിട്ട് പ്രാർത്ഥിക്കാമെന്ന് ആരും കരുതണ്ട. ഫീലിങ്ങിനോട് കൂടെ അല്ല പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥിച്ചാൽ ഫീലിംഗ് നേരെയാകും. അപ്പോൾ പ്രാർത്ഥിച്ചു തുടങ്ങുക. ഫീലില്ലേലും പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ചാൽ ഫീല് കിട്ടും. മൂടുണ്ടെങ്കിലും ഇല്ലേലും ഞാനങ്ങ് പ്രാർത്ഥിക്കാൻ പോവുകയാണെന്നങ്ങ് കടിച്ചു പിടിച്ചങ്ങ് തീരുമാനിക്കുക. കാര്യങ്ങൾ അങ്ങനെ അങ്ങ് തുടങ്ങുക. പ്രാർത്ഥനയുടെ മൂന്നാമത്തെ തടസ്സം ഡിസ്ട്രാക്ഷനാണ്. നമ്മളെല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരാണ്. ഇതിങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ റീല് കാണുകയും നോട്ടിഫിക്കേഷൻസ് നോക്കുകയും വാട്സാപ്പ് നോക്കുകയും മെസ്സേജസ് നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയാണ്. അത് കണ്ട് ഇത് കണ്ട് അങ്ങനായി. പക്ഷേ പ്രാർത്ഥിക്കാനിരിക്കുമ്പം അങ്ങോട്ടേക്ക് വാക്കുകൾ പറയുന്നു, ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ സ്ലോ ആയിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് ഉത്തരങ്ങൾ കിട്ടുന്നതും റിസൾട്ടുകൾ വരുന്നതും. അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആക്ഷനിൽ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുകയാണ്? പെട്ടെന്നുള്ള മറുപടികളിൽ സന്തോഷിക്കുന്ന ഒരു തലത്തിലായി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പതുക്കെ വരുന്ന ഉത്തരങ്ങളെ ഇതിന് താല്പര്യമില്ല. അതുകൊണ്ടാണ് പ്രാർത്ഥന പലപ്പോഴും നമുക്കൊരു അരോചകമാകുന്നത്. ദാറ്റ് മീൻസ് പ്രാർത്ഥനയുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ശത്രു പാപമല്ല, ഡിസ്ട്രാക്ഷൻസ് ആണ്. നമ്മളുടെ അറ്റൻഷനെ മറ്റു പല കാര്യങ്ങളും കൂടുതലായിട്ട് കയറി ക്യാച്ച് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് പ്രാർത്ഥനയിൽ കൂടുതൽ സമയം ഫോക്കസ് ചെയ്യാൻ കഴിയാതായി പോകുന്നത്. ആ ഫോണൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് പ്രാർത്ഥിക്കാൻ മാറിയിരിക്കുക. എന്തുകൊണ്ടാണ് ഈ 2 മിനിറ്റ് മാറിയിരിക്കുക എന്ന് പറഞ്ഞത്? നമ്മളൊക്കെ വലിയ പുള്ളികളാണ്. നമ്മൾ പെട്ടെന്ന് തീരുമാനങ്ങൾ അങ്ങ് പടക്കം പൊട്ടുന്ന പോലെ അങ്ങ് എടുത്തു കളയും. അത് ഒരു ചെറിയ സാധനമൊന്നുമല്ല, നമ്മൾ ഹെവി ആയിട്ടേ എടുക്കുകയുള്ളൂ. നമ്മൾ എടുക്കുമ്പോൾ പറയും ഞാൻ ഇന്ന് മുതൽ 1 മണിക്കൂർ പ്രാർത്ഥിക്കും. പൊന്നു കൂടെ പറപ്പേ, വേണ്ട, 2 മിനിറ്റ് മതി. നമുക്ക് 1 മണിക്കൂറൊക്കെ പിന്നായിക്കോട്ടെ, നമുക്ക് 2 മിനിറ്റിന്റെ ആ ചെറിയ ലെവലിൽ അങ്ങോട്ട് ആരംഭിക്കാം. യേശുവേ എനിക്ക് ഞങ്ങളുടെ സഹായം വേണം, കർത്താവെ എന്നെ ബ്ലസ് ചെയ്യണേ, യേശുവേ ഞാൻ പോകുന്ന കാര്യം, കർത്താവെ എൻ്റെ പ്രിയപ്പെട്ടവർ, കർത്താവെ എൻ്റെ ഈ നിലയിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒരു 2 മിനിറ്റ്സിനകത്ത്, ആ 2 മിനിറ്റിനകത്ത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അങ്ങോട്ടേക്ക് ഡയലോഗുകൾ കൊടുത്തിട്ട് നമുക്ക് തൽക്കാലം അങ്ങനെ അങ്ങോട്ട് ആരംഭിക്കാം. പക്ഷേ ഈ 2 മിനിറ്റത്തെ പ്രയർ എന്നും ചെയ്യണം. എപ്പോൾ ചെയ്യണം? ഒരു തീരുമാനം എടുക്കാം. രാവിലെ ഞാൻ ബ്രഷ് ചെയ്തിട്ട് വന്നിട്ട് ഞാൻ എൻ്റെ ബെഡിലിരുന്ന് ഒരു 2 മിനിറ്റ് ഞാൻ പ്രയർ ചെയ്യും. അല്ലെങ്കിൽ വൈകിട്ട് ഞാൻ എൻ്റെ പില്ലോയിലേക്ക് എൻ്റെ തല വെക്കുന്നതിന് മുമ്പ് ഒരു 2 മിനിറ്റ് ഞാൻ പ്രയർ ചെയ്യും. മതി, അതങ്ങനെ അങ്ങ് തുടരട്ടെ. നമുക്ക് 1 മണിക്കൂറേക്ക് വേണ്ട, നമുക്ക് ജസ്റ്റ് ഒരു 2 മിനിറ്റ്സിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. പ്രാർത്ഥിക്കാൻ ഭയങ്കര മടിയുള്ള കുഴിമടിയന്മാർ കുറേ ആൾക്കാരുണ്ട് എൻ്റെ കൂടെ. ഈ കക്ഷികളൊക്കെ എൻ്റെ ഇടയ്ക്ക് വരുമ്പം ഒറ്റ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുകയില്ലായിരുന്നു. ഇപ്പം 7 ദിവസമൊക്കെ ആഹാരം പോലും കഴിക്കാതെ കുത്തിയിരുന്ന് ഉപവസിക്കുന്ന വലിയ പ്രാർത്ഥനാ വീരന്മാരായിട്ടുണ്ട് അവരൊക്കെ. അങ്ങനെ മനുഷ്യർ മാറിയതിൻ്റെ പുറകിൽ അവരെ നമ്മൾ വലിയ ടാസ്കുകൾ എടുക്കാൻ കമ്പൽ ചെയ്യാതെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ മെല്ലെ 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 വളർത്തിയെടുത്തതിനാലാണ് നമ്മൾ നമ്മളുടെ ആത്മീയ ജീവിതത്തെ, നമ്മുടെ ഇന്നർ മാനെ കുഞ്ഞു കുഞ്ഞു ലെസണുകൾ കൊടുത്ത്, ചെറിയ ടാസ്കുകൾ കൊടുത്ത് പരിപോഷിപ്പിക്കുമ്പോൾ അദ്ദേഹം അങ്ങ് വളർന്നുള്ളൂന്നേ. അക്വേറിയത്തിലെ മീന് തീറ്റ കൊടുക്കുന്ന പോലെ മതി. അത് പശുവിന് കൊടുക്കുന്ന പോലെ പുല്ല് ഒരുപാട് കെട്ടി കൊടുക്കണ്ട, ഇച്ചിരിയും കൊടുത്താൽ മതി. ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയാൽ തന്നെ അകത്തുനിന്ന് നിങ്ങൾക്ക് അതിൻ്റെ റെസ്പോൺസ് കിട്ടിത്തുടങ്ങും. സോ ആ 2 മിനിറ്റ്സ് എന്ന് പറയുന്ന ടാസ്ക് ഇന്ന് തൊട്ട് നമുക്ക് ആരംഭിക്കാം. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എനിക്ക് വാക്ക് കിട്ടുന്നില്ല പാസ്റ്ററെ, പരിഹാരം ഉണ്ടല്ലോ, പെട്ടെന്ന് പറഞ്ഞുതരാം. ആ കയ്യിലിരിക്കുന്ന ഫോണുണ്ടല്ലോ, ഇതിനെ നമുക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒന്നെങ്കിൽ ഫ്ലൈറ്റ് മോഡിലാക്കണം, അല്ലെങ്കിൽ എടുത്ത് അപ്പുറത്തെ റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ട് വന്നിട്ട് ഇവിടെ 2 മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യണം. അങ്ങനെ ഇരുന്നിട്ട് യേശുവേ
അങ്ങനെ ഒന്ന് വിളിച്ചു തുടങ്ങിയാൽ മതി. ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ഈ ലോകത്തിലെ ഏറ്റവും കുഞ്ഞതും ഏറ്റവും വലിപ്പവും ശക്തിയേറിയതുമായ റിസൾട്ട് കൊണ്ടുവരാൻ പ്രാപ്തമായതുമായ വലിയ പ്രാർത്ഥന, ഏറ്റവും കുഞ്ഞു വാചകത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന, എൻ്റെ യേശുവേ എന്നുള്ള ആത്മാർത്ഥമായ സ്നേഹം നിറഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള ഒരു വിളിയാണ്. അതിനെ കവച്ചു വെക്കാൻ പറ്റുന്ന ഒരു പ്രയറും ഇല്ലെന്നേ. അങ്ങനാണെങ്കിൽ അതിന് 2 മിനിറ്റ് പോലും വേണ്ട. ഈ 2 മിനിറ്റിൻ്റെ ഇടയിൽ എൻ്റെ യേശുവേ നന്ദിയുണ്ടേ എന്ന് പറയുന്നത് പോലും ഒരു പവർഫുൾ പ്രയറാണ്. എൻ്റെ യേശുവേ കാത്തോണേ, എൻ്റെ യേശുവേ നോക്കിക്കോണേ, എൻ്റെ യേശുവേ ശക്തിപ്പെടുത്തണേ, എൻ്റെ യേശുവേ കൂടെ ഇരിക്കണേ, കർത്താവേ ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കണേ, മതി. അവിടം തൊട്ട് അതങ്ങോട്ട് ലെവലായിക്കോളൂ. ഏറ്റവും നല്ല ഒരു കാര്യം കൂടെ പറയാം. യേശുവാണ് ആ കാര്യം അവതരിപ്പിച്ചത്. നിങ്ങൾ ഭൂമിയിൽ 2 പേർ ഐക്യമത്യപ്പെടണം. ഈ കാര്യം കർത്താവാണ് നേരത്തെ പറഞ്ഞത്. ദൈവത്തിന് നമ്മളെ നന്നായിട്ട് അറിയാലോ. അതുകൊണ്ട് തന്നെ ഈ പാറ്റേൺ, ഈ ഒരു സ്റ്റൈൽ യേശുവിൻ്റെതാണ്. നിങ്ങൾ ഭൂമിയിൽ 2 പേർ ഐക്യമത്യപ്പെടുക. അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും നല്ല കൂട്ടുകാരനോടോ കൂട്ടുകാരിയോടോ പറയുക, നമുക്കൊന്ന് പ്രാർത്ഥിക്കണം, നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. നമുക്ക് ഇന്നു മുതൽ ഒരു 30 ദിവസത്തേക്കിന് ഒരു 2 മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, ഇന്ന ടൈമിൽ നമുക്ക് ഒത്തുകൂടാം. ഇത് 2 പേർ ഒരുമിച്ചാൽ കാര്യങ്ങൾക്ക് വലിയ വേഗതയാണ്, ഭയങ്കരമായ റിസൾട്ടാണ്, നല്ലൊരു ഇൻസ്പിറേഷനാണ്. ഒരാൾ തളർന്നാൽ മറ്റേ ആൾ താങ്ങിക്കൊള്ളും. അപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു കൂട്ടുകാരനെയോ കൂട്ടുകാരിയോ സംഘടിപ്പിച്ചു, എന്നിട്ട് അവരുടെ കൂടെ പരിപാടി ആരംഭിച്ചു. ഇനി പ്രാർത്ഥനയെ ഫയറാക്കാൻ കഴിയുന്ന 3 കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ പറയാം. ഭയങ്കര കൊത്തുന്ന തലത്തിലിട്ടാക്കാൻ. ഒരു കാരണവശാലും കിടന്ന് പ്രാർത്ഥിക്കരുത്, ഇരുന്ന് പ്രാർത്ഥിക്കരുത്, ചാരി ഇരുന്ന് പ്രാർത്ഥിക്കരുത്. എഴുന്നേറ്റ് നിൽക്കണം, പട്ടാളക്കാരൻ നിൽക്കുന്ന പോലെ നിൽക്കണം, അവർ നടക്കുന്ന പോലെ നടന്ന് പ്രാർത്ഥിക്കണം. പറ്റുമോ? ചെയ്തു നോക്കിക്കേ. നടന്ന് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ പവർ വേറെ ഒന്നാണ്. നമ്മളങ്ങോട്ട് പ്രാർത്ഥിച്ചങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമുക്കതിൻ്റെ മാറ്റം അറിയാൻ പറ്റും. നിങ്ങളുടെ വീടിനകത്തോടെ നിങ്ങൾ നടന്നു നോക്കിക്കേ, നിങ്ങളുടെ മുറ്റത്തോടെ നടന്നു നോക്കിക്കേ, എന്നും നടക്കുന്ന വഴിയിലൂടെ നടന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ, സംഗതി വേറെ ലെവലായിരിക്കും. ഓക്കെ, 2ാമത്തെ കാര്യം, 50 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട. ഏറ്റവും സ്നേഹിക്കുന്ന 2 പേർക്ക് വേണ്ടിയോ 3 പേർക്ക് വേണ്ടിയോ പ്രാർത്ഥിച്ചാൽ മതി. അതിലൊരാൾ നിങ്ങളായിരിക്കണം. ഓക്കെ, നിങ്ങളെ നിങ്ങൾ തന്നെ സ്നേഹിച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ, ആ പ്രാർത്ഥനയ്ക്ക് ഭയങ്കരമായൊരു സുഖം ഉണ്ടായിരിക്കും. 3ാമത്തെ കാര്യം, ഒരു വചനം വായിക്കണം. ഒരു വചനം വായിച്ചിട്ട്, യേശുവേ ഈ വചനം പോലെ ആയിത്തീരാൻ, ഇതുപോലെ ചെയ്യാൻ എന്നെ ഒന്ന് സഹായിക്കണേ. അതും ഒരു പവർഫുൾ പ്രയറാണ്. അപ്പോൾ പ്രാർത്ഥനയെ ഫയറാക്കാൻ കഴിയുന്ന 3 കാര്യങ്ങൾ പറഞ്ഞു. ഇത് 3ഉം ഇന്ന് തന്നെ ഉപയോഗിച്ചു. തീപ്പൊരി അയക്കൂ, അല്ല അഗ്നിജ്വാല അയക്കൂ, ഞാനൊന്ന് കാണട്ടെ. അതുകൊണ്ട് കൂട്ടുകാരെ, പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് ഒരു 2 മിനിറ്റ് പ്രയർ ചെയ്യണം. ആ 2 മിനിറ്റ് നമ്മൾ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. മൂടുണ്ടോ ഇല്ലയോ, ഫീല് കിട്ടുന്നുണ്ടോ ഇല്ലയോ, ഇതൊന്നും നോക്കല്ലേ. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം നമ്മുടെ ലൈഫിലേക്ക് പിശാച് പലപ്പോഴും ഒരു കാരണമായി കൊണ്ടുവരും. നിനക്ക് പ്രാർത്ഥന ശരിയാണ്, നമ്മളതൊന്നും മൈൻഡ് ചെയ്യാൻ പോകണ്ട, നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. 2ാമത്തെ കാര്യം, ഇത് ചെയ്തില്ലെങ്കിൽ സ്ലോലി നമ്മുടെ ലൈഫ് ഡ്രൈ ആകാൻ തുടങ്ങും. ബ്ലെസ്സിങ്ങുകളുടെ വേഗത കുറയും, അവസരങ്ങൾ കുറയും, ജീവിതത്തിനോടൊരു നിരാശ തോന്നും. മറ്റുള്ളവർ കയറിപ്പോകുമ്പോഴും നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടമില്ലായ്മയൊക്കെ തോന്നും. വേണ്ട, ഈ 2 മിനിറ്റ് കൊണ്ട് നമുക്ക് കാര്യങ്ങളെ മാറ്റാം. ഓക്കെ, യേശു നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ, ഇന്ന് പ്രാർത്ഥനയുടെ കൊതിയവന്മാരായി മാറിയിരിക്കുന്ന, പ്രാർത്ഥിക്കാനുള്ള കൊതിയോടുകൂടെ വന്നിരിക്കുന്നവരെ അങ്ങയുടെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ഇവര് ദൈവസാന്നിധ്യം ഏറ്റവും കൂടുതൽ കൊതിക്കുന്ന ദൈവസാന്നിധ്യത്തിന്റെ കൊതിയന്മാരായി മാറട്ടെ. യേശുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് മാറട്ടെ. അതിലേക്ക് ഇവരെ നയിക്കുന്ന ഒരു പുതിയ തുടക്കം കർത്താവെ ഞാൻ ഇവരുടെ ലൈഫിൽ ആരംഭിക്കുകയാണ്. ഇവരുടെ ജീവിതത്തിലെ 120 സെക്കൻഡുകൾ, ആ 120 പേര് കൂടിയിരുന്ന മാളിക മുറിയിൽ വെളിപ്പെട്ട ആത്മപകർച്ചയുടെ സമയമായി മാറട്ടെ. ഭൂമിയുടെ അറ്റം വരെ പിടിച്ച് കുലുക്കാൻ കഴിയുന്ന പ്രാർത്ഥന പോരാളി ഇവരുടെ അകത്തുണ്ട്. യേശുവിൻ നാമത്തിൽ ഈ യുവഹൃദയങ്ങളിൽ നിന്ന് അത് പുറത്തു വരട്ടെ. കത്തിജ്വലിക്കുന്ന യൗവനക്കാരാൽ, ഹല്ലേലൂയ, ആത്മാവിനാൽ പ്രകാശിതമായിരിക്കുന്ന ചെറുപ്പക്കാരാൽ ഞങ്ങളുടെ ദേശം നിറയട്ടെ. ഞങ്ങളുടെ രാജ്യത്തിന് അതൊരു അലങ്കാരമാകട്ടെ. ഈ ലോകം മുഴുവൻ, ഈ തലമുറയിലെ യൗവനക്കാരുടെ എല്ലാ ഹൃദയങ്ങളുടെ അകത്ത്
യേശുവിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഹരിയായി തീരട്ടെ. കർത്താവേ, ഈ പുതിയ തുടക്കത്തെ അനുഗ്രഹിച്ചേക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ.